ഇത് പൊള്ളാച്ചിക്കടുത്ത് എട്ടിമടയിലുള്ള അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട്. കോയമ്പത്തൂരിൽ നിന്നും 20 കിലോമീറ്റർ പിന്നിലുള്ള എട്ടിമടയിൽ നിന്നുമാണ് ഹരിതഭാരതത്തിൻ്റെ ഇന്നത്തെ പ്രയാണം ആരംഭിക്കുന്നത്. തലേന്ന് മഴ പെയ്ത് നനവ് ആഴ്ന്നിറങ്ങിയ നിരത്തുകൾ, ചുട്ടുപൊള്ളുന്ന നാടെന്ന് പറയുന്ന തമിഴ്നാട്, അതുകൊണ്ട് തന്നെ സുഖശീതളമായ കാലാവസ്ഥയുമായാണ് ഹരിതഭാരതത്തെ വരവേറ്റത്. ചെക്ക് പോസ്റ്റും കടന്ന് കോയമ്പത്തൂർ പൊള്ളാച്ചി റൂട്ടിലൂടെ വാഹനം നീങ്ങുമ്പോൾ റോഡിൻ്റെ സുഖകരമായ അവസ്ഥ വാഹനം തൊട്ടറിയുന്നുണ്ട്. എല്ലാറ്റി നിർമ്മിച്ച ഈ റോഡ് കേരളത്തിലെ റോഡുകളെ വെല്ലുന്ന മനോഹാരിതയുമായാണ് സഞ്ചാരികളെ എതിരേൽക്കുന്നത്. പൊള്ളാച്ചിയെക്കുറിച്ച് സുന്ദരമായ സങ്കല്പങ്ങളാണ് സിനിമകൾ സമ്മാനിക്കുന്നതെങ്കിലും ഇവിടുത്തെ കൃഷി എടുത്തു പറയേണ്ടത് തന്നെ. ഈ മണ്ണിൽ നിന്നുമാണ് കേരളത്തിലെ ജനത്തെയൂട്ടുന്ന പച്ചക്കറികളും ഫലവർഗ്ഗങ്ങളും എല്ലാം വിളയുന്നതെന്നതാണ് സത്യം. വഴിയിലെങ്ങും അധ്വാനിക്കുന്ന കർഷകൻ്റെ സാന്നിധ്യം, കാറ്റിൽ പകലന്തിയോളം പണിയെടുക്കുന്ന കർഷകൻ്റെ വിയർപ്പിൻ്റെ ഗന്ധം. പ്രകൃതി രമണീയമായ നിരത്തുകൾ കടന്ന് ഞങ്ങൾ എത്തിച്ചേർന്നത് കോട്ടൂർ എന്നു പേരായ ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ. അധ്വാനത്തിൻ്റെ സംതൃപ്തി ശരിക്കും മനസ്സിലാക്കിയ ഗുണശേഖരൻ എന്ന കർഷകൻ്റെ കൃഷിയിടം ഇവിടെയാണ്. ഇവിടെ വിളയുന്നത് വാഴയും പച്ചക്കറിയുമാണെന്ന് കരുതിയാൽ തെറ്റി. മുട്ടക്കോഴികളെ വളർത്തുന്ന വിശാലമായ ഫാമിലേക്കാണ് ഈ യാത്ര. കേരളത്തിലെ അടുക്കളകളിലെ വിശിഷ്ട ഭോജ്യമായി ബുൾസൈയും ഓംലേറ്റുമൊക്കെ നിരക്കുമ്പോൾ അറിയുക, ഇതേപോലെയുള്ള ഗുണശേഖരന്മാരുടെ ഫാമുകളുടെ മേന്മയുടെ പങ്കാണ് നമ്മൾ അനുഭവിക്കുന്നതെന്ന്. നമ്മുടെ തീന്മേശകളിൽ മുട്ടയുടെ സാന്നിധ്യം എത്ര പറഞ്ഞാലും മതിവരുന്നതല്ല. ബിരിയാണി മുതൽ പൊറോട്ട വരെയുള്ള നമ്മുടെ വിഭവങ്ങളിൽ മുട്ട ഒഴിവാക്കാവുന്ന ഒന്നല്ല. കേക്ക് അടക്കമുള്ള ബേക്കറി പലഹാരങ്ങളുടെ കാര്യമാണെങ്കിൽ പറയുകയും വേണ്ട. മുട്ടയുടെ ഈ അനിവാര്യത അതിൻ്റെ പ്രാധാന്യം കൂടി വെളിവാക്കുന്നുണ്ട്. ഒരു മുട്ടയിൽ 10% കൊഴുപ്പ്, 12% പ്രോട്ടീൻ, 1% അന്നജം എന്നിവ അടങ്ങിയിരിക്കുന്നു. മുട്ടയുടെ തൂക്കത്തിൻ്റെ 28% കൊളസ്ട്രോൾ ആണെങ്കിലും ഇത് രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവിനെ കാര്യമായി കൂട്ടുന്നില്ല. കോഴിമുട്ടയിലെ പ്രോട്ടീനിൽ അടങ്ങിയിരിക്കുന്ന അമിനോ അമ്ലങ്ങൾ മനുഷ്യ ശരീരത്തിന് സ്വീകാര്യമായ അളവിലാണ്. 80 മുതൽ 95 കിലോ കലോറി വരെ ഊർജവും മുട്ടയിൽ അടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ വരുമ്പോൾ മുട്ട സമീകൃത ആഹാരമെന്ന് പറയാതിരിക്കുന്നതെങ്ങനെ? മലയാളിയുടെ തീന്മേശയിൽ മുട്ട അവിഭാജ്യ ഘടകമായി മാറുന്നത് അതിൻ്റെ പാചകത്തിലുള്ള അനായാസത കൊണ്ടുകൂടിയാണ്. അതിഥികൾ വന്നു ചേരുമ്പോൾ തീന്മേശ വിഭവങ്ങൾ പൊലിപ്പിക്കാൻ മുട്ടയ്ക്കുള്ള കഴിവ് പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. അതുകൊണ്ട് തന്നെയാവാം മുട്ട പലരും ഏറെ കൗതുകത്തോടെയും താൽപ്പര്യത്തോടെയും പാചകം ചെയ്യുന്നത്. മലയാളികളെ എന്നല്ല, ഭാരതീയരെ ആകെ ആകർഷിക്കുന്ന വിഭവമായി മുട്ട മാറുമ്പോൾ അതിൻ്റെ വിപണന സാധ്യതകളും ഒട്ടേറെയാണ്. അതുകൊണ്ട് തന്നെ മുട്ട ബിസിനസ്സിൽ നിന്നും മുട്ടക്കോഴി വളർത്തലിലേക്ക് തിരിഞ്ഞ് വിജയസാഫല്യമറിഞ്ഞ ഈ കർഷകൻ്റെ വിജയരഹസ്യങ്ങൾ ഹരിതഭാരതത്തിന് ഒട്ടേറെ കൗതുകമാണ് പകർന്നു തന്നത്. മുട്ടക്കോഴി വളർത്തലിൻ്റെ ലാഭവശങ്ങളെക്കുറിച്ച് പറയുവാൻ குணசேகரன் ஒட்டையாறு. பொள்ளாச்சி ஏரியாவிலேருந்து வால்பாறைக்கு முட்டை சரக்கு வாங்கிட்டு போவாங்க.
20,000 മുട്ടക്കോഴികളാണ് ഗുണശേഖരന്റെ കോട്ടൂരിലെ ഫാമിലുള്ളത്. ഇതിൽ നിന്നും പ്രതിവർഷം മുട്ട വിറ്റു മാത്രം ലഭിക്കുന്ന അറ്റാദായം 6 ലക്ഷം രൂപ. മുട്ട വിറ്റ് ഉപജീവനം കഴിച്ചു പോന്ന മുത്തച്ഛനിൽ നിന്നുമാണ് മുട്ട വിൽപ്പനയുടെയും മുട്ടക്കോഴി വളർത്തലിൻ്റെയും സാധ്യതകൾ ഗുണശേഖരൻ മനസ്സിലാക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലെ വാൽപ്പാറയിൽ മുട്ട കൊണ്ടുവന്ന് കൊടുത്തിരുന്ന മുത്തച്ഛൻ്റെ പാത ഗുണശേഖരൻ്റെ അച്ഛനും പിന്തുടർന്നു. അച്ഛൻ്റെ സഹായിയായി 16-ാം വയസ്സിൽ മുട്ടക്കച്ചവടത്തിലേക്ക് തിരിഞ്ഞ ഗുണശേഖരനാണ് ഇപ്പോൾ 20,000 മുട്ടക്കോഴികളുമായി മുട്ട സാമ്രാജ്യത്തിൻ്റെ തന്നെ അധിപനായി മാറിയിരിക്കുന്നത്. മുട്ടക്കച്ചവടത്തിൽ നഷ്ടം സംഭവിച്ചതുപോലെ എന്ന് പറയാറുള്ള ചൊല്ല് ഗുണശേഖരനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ശരിയല്ലെന്ന് പറയുവാൻ കഴിയും. അത്രയധികമായുള്ള വിജയസാധ്യതകളാണല്ലോ ഗുണശേഖരൻ തൻ്റെ വ്യവസായത്തിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത്. കേരളത്തിൻ്റെ മുട്ട ഉപഭോഗത്തെക്കുറിച്ച് ആരോടും പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ടതില്ല. മുട്ട സമീകൃത ആഹാരമെന്ന ചൊല്ല് ഏത് വീടുകളിലും മുഴങ്ങി കേൾക്കാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു വീട്ടിലും 1-2 കോഴികളെയെങ്കിലും വളർത്താറുമുണ്ട്. മുട്ട വിപണി ഏറെ കൗതുകം പകരുന്ന ഒന്നുകൂടിയാണ്. ഏറെ വൈകാതെ തന്നെ അവ വിറ്റഴിക്കേണ്ടതുണ്ട് എന്നത് തന്നെ കാരണം. ഭക്ഷ്യവിഭവമായി മാത്രം ഉപഭോഗം കണ്ടെത്തുന്ന മുട്ട പഴകാതെ വിപണിയിലെത്തിക്കുക എന്നൊരു വെല്ലുവിളി കൂടി ഈ വ്യവസായം ചെയ്യുന്നവർക്കുണ്ട്. കേരളത്തേക്കാൾ ഉപരിയായി ഉത്തരേന്ത്യൻ, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് മുട്ട വ്യവസായം പച്ചപിടിക്കുന്നത്. എന്നാൽ അതിൻ്റെ വിപണന സാധ്യതകൾ മലയാളിയും ഇപ്പോൾ ശരിക്കും മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാവാം മുട്ടക്കോഴി വളർത്തൽ ഇപ്പോൾ കേരളത്തിലും പച്ചപിടിച്ചു തുടങ്ങിയിരിക്കുന്നത്. ഇതൊക്കെയാണെങ്കിലും നമുക്കാവശ്യമായ മുട്ട വരുന്നത് തമിഴ്നാട്ടിൽ നിന്നുമാണെന്ന യാഥാർത്ഥ്യം പലരും മനസ്സിലാക്കുന്നില്ല. തമിഴ്നാടിൻ്റെ മുട്ട ഉൽപ്പാദനത്തിൽ 60% വിറ്റഴിക്കപ്പെടുന്നത് കേരളത്തിലാണെന്ന സത്യം എത്ര മലയാളികൾക്കറിയാം? இப்போ தமிழ்நாட்டில் 1,50,00,000 முட்டை ஒரு நாளைக்கு உற்பத்தி ஆகினா கூட அதில் 60 லட்சம் முட்டை 65 லட்சம் முட்டை கேரளா சேல்ஸ் ஆகுதுன்னு இப்போ நியூஸ் இதில் சொல்கிறாங்க, അസോസിയേഷൻ சொல்கிறாங்க. വാസ്തവത്തിൽ മലയാളികൾ ഗുണശേഖരന് നന്ദി പറയണം. ഗുണശേഖരന്റെ ഫാമിൽ നിന്നുമുള്ള മുട്ടകളും കേരളത്തിലാണ് വിപണി അധികവും കണ്ടെത്തുന്നത് എന്നതുകൊണ്ട് തന്നെ. താറാവ് മുട്ട വിൽപ്പനയിൽ നിന്നും മുട്ടക്കോഴി ഉടമയായി മാറിയതിന് പിന്നിൽ മറക്കാനാവാത്ത കുറേ കഥകൾ ഗുണശേഖരന് പറയാനുണ്ട്. ആലോചനയെ അവരുടെ എക്സ്പീരിയൻസ് നമ്മൾ கொஞ்சம் சொல்லி கொடுத்ததான் നമ്മൾ எல்லாமே தெரிஞ்சது. പാപ്പംപെട്ടിയിലുള്ള ശാന്തി ഏജൻസീസിൽ മുട്ട നൽകി വരുന്ന കാലത്താണ് ഗുണശേഖരനിൽ മുട്ട വിൽപ്പനയുടെ അനന്ത സാധ്യതകൾ മനസ്സിലാക്കുന്നത്. മുട്ട വാങ്ങി വിൽക്കുന്നതിന് പകരം മുട്ടക്കോഴികളെ വളർത്തിയാലോ എന്ന ആ ചിന്തയ്ക്ക് ഊടും പാവും നൽകുന്നത് ശാന്തി ഏജൻസീസിലെ ലക്ഷ്മണൻ. ഫാം ബിസിനസ്സിൽ തൻ്റെ വഴികാട്ടി ലക്ഷ്മണൻ എന്ന് ഈ കർഷകൻ പറയുന്നത് വെറുതെയല്ല. മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ, അവയ്ക്കാവശ്യമായ മരുന്ന് തുടങ്ങി സാമ്പത്തിക സഹായം കൂടി നൽകിയത് ലക്ഷ്മണനാണെന്ന് ഗുണശേഖരൻ പറയുമ്പോൾ ലക്ഷ്മണൻ വഴികാട്ടിയാവാതിരിക്കുന്നതെങ്ങനെ? ആദ്യം 3000 കോഴിക്കുഞ്ഞുങ്ങളിലാണ് തുടക്കം. 4 ലക്ഷം രൂപ മുതൽ മുടക്കി ആരംഭിക്കുമ്പോൾ അത് ഇന്നത്തെ നിലയിലേക്ക് എത്തിച്ചേരുമെന്ന് ഗുണശേഖരൻ സ്വപ്നേപി കരുതിയിരുന്നില്ല. എന്നാൽ ആത്മവിശ്വാസത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും പിൻബലത്തിൽ ഗുണശേഖരൻ മെല്ലെ മെല്ലെ പിടിച്ചുകയറി. ഇന്ന് 25 ലക്ഷം രൂപ മുതൽ മുടക്കുള്ള ഫാമിൽ നിന്നും ലാഭം കൊയ്യുമ്പോൾ അത് അധ്വാനത്തിൻ്റെ മാത്രം പ്രതിഫലമാണ്. എന്നും കാലത്ത് 5 മണിക്കാണ് ഗുണശേഖരൻ്റെ ജോലി ആരംഭിക്കുന്നത്. പുലർച്ചെ മുട്ടക്കോഴികളുടെ പരിചരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഫാമുടമ മുട്ടകൾ ശേഖരിക്കുന്നതിനും തീറ്റ കൊടുക്കുന്നതിനുമൊക്കെ ശ്രദ്ധ വയ്ക്കുന്നു. സഹായത്തിന് ഭാര്യ ഹംസവേണിയുമുണ്ടാകും. ஃபார்மில் அவர் இருக்க வரைக்கும் எல்லாம் ஃபார்மில் வேலைக்கு ஆளுகிட்ட எல்லாம் வேலையை வாங்கிடுவாங்க. அங்கே ജോലി തന്നെ കർമ്മമായി കാണുന്ന ഈ ദമ്പതികളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലം ഐശ്വര്യമുള്ള മുട്ടക്കോഴികളായി ഗുണശേഖരൻ്റെ ഫാമിൽ കാണാൻ കഴിയുന്നുണ്ട്. എന്തിനും ഏതിനും
സമരം ചെയ്യുന്ന കേരളത്തിലെ ഫാക്ടറികളുടെ അവസ്ഥയിൽ നിന്നുമുള്ള വ്യത്യാസം കൂടി ഈ ഫാമിൻ്റെ ഐശ്വര്യത്തിന് നിദാനമായി എടുത്തു പറയാനുണ്ട്. ഒരു കോഴിക്ക് മൊത്തത്തിൽ 200 രൂപയാണ് ചെലവെന്ന് ഗുണശേഖരൻ പറയുമ്പോൾ അതിശയിക്കേണ്ടതില്ല. കേജിൻ്റേതടക്കമുള്ള ചെലവുകളാണ് ഈ കർഷകൻ കണക്ക് കൂട്ടുന്നത്. എന്നാൽ അതിൽ നിന്നും വരാൻ പോകുന്ന വരുമാനത്തെക്കുറിച്ചും ഗുണശേഖരന് കൃത്യമായ കണക്കുകളുണ്ട്. ഒരു കോഴി 72 മുതൽ 80 ആഴ്ച വരെയാണ് മുട്ടയിടുക. 20,000 കോഴിയിൽ നിന്നും ലഭിക്കുന്നത് പ്രതിദിനം 18,000 മുട്ടകൾ. മുട്ടയൊന്നിന് 1 രൂപ 20 പൈസ ചെലവിൽ ഗുണശേഖരന് പ്രതിദിനം ലഭിക്കുന്ന വരുമാനം എത്രയധികമായിരിക്കണം? വരുമാനത്തിൻ്റെ കാര്യം പറയുമ്പോൾ മുട്ടക്കോഴി വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ ചെലവുകളെക്കുറിച്ചും ഈ അനുഭവസ്ഥന് പറയാനുണ്ട്. തീറ്റയെക്കുറിച്ചാണ് അതിൽ ആദ്യം. 50% வந்து மக்காச்சோளம். அது இங்கே வில்லேஜில் லோக்கலில் 10-20 கிலோமீட்டருக்குள்ளே பர்ச்சேஸ் பண்ணிக்கலாம். നെല്ല്, മക്കച്ചോളം, തവിട്, സോയ, സൂര്യകാന്തി വിത്ത് എന്നിവ ചേർത്ത മിശ്രിതമാണ് തീറ്റയായി നൽകുന്നത്. കേരളത്തിൽ മുട്ടക്കോഴി വ്യവസായം ലാഭകരമാവാത്തത് തീറ്റയുടെ വില കൂടുതലും പണിക്കൂലി കൊണ്ടുമാണെന്ന് പറയുന്ന ഗുണശേഖരൻ അത്തരം കാര്യങ്ങളിൽ തൻ്റേതായ നിഷ്കർഷ പുലർത്തുന്നുണ്ട്. വിളവെടുപ്പ് കാലത്ത് തീറ്റയ്ക്കുള്ള സാമഗ്രികൾ വാങ്ങി ഗുണശേഖരൻ ശേഖരിക്കും. ഇവ മിശ്രിതമാക്കുന്നത് സ്വന്തം ഫാക്ടറിയിൽ. അതിനായി കഷ്ടപ്പെടുവാൻ സർവസന്നദ്ധരായ 4 ജോലിക്കാരും ഈ കർഷകനുണ്ട്. വിളവെടുപ്പ് കാലത്ത് ശേഖരിച്ച് വയ്ക്കുന്നത് മൂലം തീറ്റയ്ക്കായി അധികം പണം നഷ്ടമാവാതെ നോക്കാൻ കഴിയുന്നുവെന്നാണ് ഗുണശേഖരൻ്റെ അനുഭവ സാക്ഷ്യം. കോഴിക്ക് വെള്ളം നൽകാനുള്ള സംവിധാനം ക്രമീകരിക്കുന്നതിലും ഈ ഫാം ഒരു മാതൃകയാണെന്ന് വേണം പറയാൻ. കേജ് സംവിധാനത്തിലാണ് കോഴികളെ വളർത്തുന്നത്. ஒரு 450 லிட்டர் தண்ணி தேவைப்படலாம் 1000 கோழிக்கு. அப்போ 20,000 கோழிக்கு கிட்ட உங்களுக்கு கலெக்ட் பண்ணிக்க ஒரு 8,000 லிட்டர் வாட்டர் தேவைப்படும். വ്യാവസായിക അടിസ്ഥാനത്തിൽ മുട്ടക്കോഴികളെ വളർത്തുമ്പോൾ ഏറ്റവും അനുയോജ്യമായ സംവിധാനമാണ് കേജിംഗ്. 3 തട്ടുകളിലായി കോഴികളെ വളർത്തുവാനുള്ള സജ്ജീകരണമാണ് കേജിംഗ് ഒരുക്കുന്നത്. കോഴിക്ക് ആവശ്യമായ വെള്ളം കൊത്തിയെടുക്കാൻ പാകത്തിൽ പൈപ്പുകൾ ഈ കേജിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിൽ കാണുന്ന നീല നിറമുള്ള പൈപ്പിലൂടെ വെള്ളം കേജിലാകമാനം വിതരണം ചെയ്തിരിക്കുകയാണ്. ഓരോ കോഴിക്കുമുള്ള സ്ഥലത്തിന് മുകളിലായുള്ള നോബിൽ കൊത്തിയാൽ വെള്ളം ലഭിക്കുമെന്നതാണ് ഈ സംവിധാനത്തിൻ്റെ പ്രത്യേകത. ഒരു തുള്ളി വെള്ളം പോലും പാഴാവില്ലെന്ന പ്രത്യേകതയുമുണ്ട്. ഇതേ സംവിധാനത്തിൽ കൂടി തന്നെ കോഴിക്ക് ആവശ്യമായ മരുന്നുകൾ നൽകുന്നതിനും ഗുണശേഖരൻ ശ്രദ്ധ വയ്ക്കുന്നു. 1 ഔൺസ് മരുന്ന് 10 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് പൈപ്പിൽ കൂടി അയച്ചാണ് കോഴിക്ക് ആവശ്യമായ മരുന്ന് നൽകി വരുന്നത്. കൃത്യസമയത്ത് മരുന്ന് നൽകുന്നത് മൂലം ഇവിടുത്തെ ഫാമിൽ കോഴികൾക്ക് കാര്യമായ അസുഖങ്ങളൊന്നും വന്നു ചേരാറില്ല. കോഴിയുടെ വിസർജ്യം താഴെ ശേഖരിക്കാനും മുട്ടകൾ മുൻവശത്ത് ശേഖരിക്കുവാനുമുള്ള പ്രത്യേക സജ്ജീകരണങ്ങൾ കൂടി കേജിലുണ്ട്. കോഴിവളം 1 ടണ്ണിന് 500 രൂപ കണക്കിൽ പ്രതിവർഷം 500 ടൺ കോഴിവളവും ഈ കർഷകൻ വിപണനം നടത്തുന്നുണ്ട്. തികച്ചും ശാസ്ത്രീയമായ ഇത്തരം രീതികൾ ആവിഷ്കരിക്കുന്നത് കാര്യമായ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത ഗുണശേഖരനാണെന്നറിയുമ്പോൾ അത് അധ്വാനത്തിൻ്റെ മികവെന്ന് പറയാതെ വയ്യ. ഗുണശേഖരൻ്റെ കോഴി ഫാമിൽ കൂടിയുള്ള സന്ദർശനം ഹരിതഭാരതത്തെ തെല്ലൊന്നുമല്ല ത്രസിപ്പിച്ചത്.
കോഴി ഫാമുകൾ വൃത്തി കുറഞ്ഞവയായിരിക്കുമെന്ന സങ്കല്പം മുഴുവൻ മാറ്റിമറിക്കുന്നതായിരുന്നു അവിടുത്തെ അന്തരീക്ഷം. വെളുത്ത് സുന്ദരമായ മുട്ടക്കോഴികളുടെ കാഴ്ച തന്നെ ആരുടെ കണ്ണിനാണ് കുളിർമ പകരാത്തത്? ഒപ്പം ഓരോ മുൻനിരയിലും നിരന്നു കിടക്കുന്ന മുട്ടകളുടെ കാഴ്ച ഐശ്വര്യത്തിൻ്റെ സുന്ദരാനുഭവം കൂടി പകർന്നു നൽകുന്നതായിരുന്നു. നമ്മുടെ അടുക്കളകളിലെ ഇഷ്ടവിഭവമാകാനുള്ള ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കുന്ന ഫാം ശരിക്കും ഒരു അത്ഭുതം തന്നെയായി മാറുകയായിരുന്നു. മുട്ടശേഖരണത്തിൽ ഗുണശേഖരനും ഭാര്യ ഹംസവേണിയും 2 മക്കളുമെല്ലാം ഒരേ മനസ്സോടെയാണ് സഹകരിക്കുന്നത്. முட்டை எடுக்கும்போது அவங்க இருக்கிற ஆளுகளை வச்சு கோழிகளுக்கெல்லாம் தண்ணியெல்லாம் கரெக்டாக போயிட்டுருக்குதா பிடிக்குதா എന്നും കാലത്ത് മുട്ട ശേഖരിക്കുവാൻ പോരുന്നത് 5 മണിക്ക്. പിന്നെ ഉച്ച കഴിഞ്ഞ് 3-നും മുട്ട ശേഖരണമുണ്ടാവും. അവിടെ നിന്നും ശേഖരിച്ച മുട്ടകൾ അതീവ ശ്രദ്ധയോടെ റാക്കുകളിലാക്കി വിപണനത്തിന് എത്തിക്കുകയാണ് അടുത്ത നടപടി. വൈകുന്നേരം 6 മണിയോടെ ഒരു ദിവസത്തെ അധ്വാനം അവസാനിക്കുമെന്നാണ് ഗുണശേഖരൻ്റെ അഭിപ്രായം. ബോവൻസ് വൈറ്റ്, ബാബ് ഹോക്ക് എന്നീ ഇനം മുട്ടക്കോഴികളെയാണ് ഗുണശേഖരൻ ഫാമിൽ വളർത്തുന്നത്. സാധാരണ കോഴിയുടെ മുട്ടയ്ക്ക് 48 മുതൽ 50 ഗ്രാം ഭാരം മാത്രമുള്ളപ്പോൾ ബോവൻസ് വൈറ്റ് ഇനത്തിൻ്റെ മുട്ടയുടെ ഭാരം 60 ഗ്രാമാണ്. ഒരു കോഴി 300 മുട്ടയിടും എന്നതാണ് ഈ ഇനത്തിൻ്റെ കണക്ക്. ബാബ് ഹോക്ക് ഇനത്തിൻ്റെ മുട്ടയ്ക്ക് 50 ഗ്രാം തൂക്കം മാത്രമാണുള്ളതെങ്കിലും 320 മുട്ട കിട്ടുമെന്ന സൗകര്യമുണ്ടെന്ന് ഗുണശേഖരൻ പറയുന്നു. கோழி அவரேஜ் 320 முட்டை 340 முட்டை வைக்க சொல்கிறாங்க. நான் இவ்வளோ அக்யூட்டாக தெரியலாம் கூட ஒரு 300 முட்டைக்கு மேலே கோழி விடலாம். ഒരു ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളെയാണ് ഗുണശേഖരൻ ഫാമിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. ബ്രൂഡിംഗ് സ്റ്റേജിലുള്ള ഈ കുഞ്ഞുങ്ങൾ 8 ആഴ്ച ആവുമ്പോൾ ഗ്രോവിംഗ് സ്റ്റേജിലെത്തും. അടുത്ത 8 ആഴ്ച കൂടിയാവുമ്പോൾ മുട്ടയിടുന്ന കാലമാകും. മുട്ടക്കോഴികളെ നല്ലവണ്ണം പരിചരിച്ചാൽ ആണ്ടുവട്ടത്തിൽ 300 മുട്ടയെങ്കിലും ലഭിക്കുമെന്നാണ് കണക്ക്. പരിചരണത്തെക്കുറിച്ച് പറയുമ്പോൾ തീറ്റയുടെ തൂക്കം കൂടി ശ്രദ്ധിക്കണമെന്ന് ഫാം ഉടമ പറയുന്നത് ശ്രദ്ധിക്കുക. 115 ഗ്രാം തീറ്റയാണ് ഒരു കോഴിക്ക് ഒരു ദിവസം ആവശ്യമായുള്ളത്. 1000 കോഴിക്ക് 450 ലിറ്റർ എന്ന കണക്കിൽ വെള്ളവും ഫാമിൽ ക്രമീകരിക്കേണ്ടതുണ്ട്. പത്ത് ഏക്കർ പടർന്ന് പന്തലിച്ച തെങ്ങിൻ തോട്ടത്തിലാണ് ഗുണശേഖരൻ്റെ കോഴി ഫാം. ഇവിടെ നിന്നും ലഭിക്കുന്ന തണൽ ഫാമിന് സുഖകരമായ അന്തരീക്ഷം ഒരുക്കി കൊടുക്കുന്നുവെന്ന് ഗുണശേഖരന് നല്ല ബോധ്യമുണ്ട്. കോഴിവളം തെങ്ങിനടക്കമുള്ളവയ്ക്ക് ഉപയോഗിക്കുവാനും ഗുണശേഖരൻ മടിക്കുന്നില്ല. മുട്ട വിറ്റാൽ പണം കിട്ടുമെന്ന് ആദ്യം തിരിച്ചറിഞ്ഞത് നമ്മുടെയൊക്കെ വീട്ടമ്മമാരാവാം. നാട്ടിൻപുറങ്ങളിൽ വീട്ടിൽ വളർത്തുന്ന കോഴിയുടെ മുട്ട വിറ്റ് അല്പം സമ്പാദ്യം കണ്ടെത്തിയിരുന്നതായിരുന്നു വീട്ടമ്മമാരുടെ ശീലമെങ്കിൽ ഇനി നമുക്ക് ഗുണശേഖരനെ മാതൃകയാക്കാം. 50,000 കോഴികളെ വളർത്തുന്ന ഫാം 2 വർഷത്തിനകം സാക്ഷാത്കരിക്കാൻ ഇദ്ദേഹം ഒരുങ്ങുമ്പോൾ അറിയുക, ഏറെ ആദായകരമായ ഒരു വ്യവസായമാണ് മുട്ടക്കോഴി വളർത്തൽ എന്ന്. തമിഴ്നാടിൻ്റെ വരണ്ട മണ്ണിൽ വിജയം കൊയ്യുന്ന ഗുണശേഖരൻ്റെ വിജയപാത കടന്ന് ഹരിതഭാരതം മെല്ലെ യാത്രയാവുകയാണ്. കുളിർമണ്ണിൻ്റെ അനുഭവം പകരുന്ന മറ്റൊരു ഹരിതഭൂമി തേടി.